ഈ നമ്മൾ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിലേ, കോഴിക്കോട്ട് നമ്മൾ പറയും എന്താ വെച്ചാൽ ഇപ്പം മാനാഞ്ചിറ സ്ക്വയർ. മാനാഞ്ചിറ സ്ക്വയർ ശരിക്കും ഒരു കളിക്കളമായിരുന്നു. അത് പിന്നെ ഈ പറഞ്ഞ ഓപ്പൺ സ്പേസ് ആയിട്ട് മാറുകയാണ്. പക്ഷേ ബീച്ചായാലും എല്ലാം തന്നെ ഒരു ഓപ്പൺ സ്പേസിന്റെ ഒരു വലിയ ആധിക്യം കൊണ്ട് താനും പണ്ട് അതിനെതിരെയൊക്കെ സമരം ചെയ്ത ആൾക്കാർ പറഞ്ഞ പോലെയല്ല. കാരണം ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർ വന്നിരിക്കാൻ ആകെയുള്ള സ്ഥലം ഈ 2 സ്ഥലമാണ്, ബീച്ചും മാനാഞ്ചിറ സ്ക്വയറും ഒക്കെയാണ്. അപ്പൊ പക്ഷേ ദിലീപിനെ പോലത്തെ ഒരാൾക്ക് ഇപ്പം നഷ്ടപ്പെട്ടു പോയ, അതായത് കളികൾ നടന്നിരുന്നല്ലോ, മാനാഞ്ചിറയിലൊക്കെ എപ്പോഴും കളികൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ആ ഒരു കളിസ്ഥലം പോയി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടോ? കളിസ്ഥലം പോയി എന്നുള്ളത് ഇതിപ്പോ അത് വേറെ പബ്ലിക് സ്പേസ് ആയി മാറിയാൽ കുഴപ്പമില്ല. അത് പിന്നീട് ഫ്ലാറ്റോ മോളോ ഒക്കെ ആയി മാറുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇതിപ്പോ മാനാഞ്ചിറ സ്ക്വയറും ബീച്ചും രണ്ടും ഇപ്പൊ എല്ലാ ആൾക്കാർക്കും പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഓരോ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് വരുമ്പോഴും, അതിപ്പോ ഒരു വലിയ അപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മോള് പോലെ ആയിക്കോട്ടെ, അതിന്റെ സൈഡ് ബൈ സൈഡ് ഒരു പബ്ലിക് പ്ലേ ഗ്രൗണ്ട്, പ്രൈവറ്റ് ആവാൻ പാടില്ല, ജനറൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേ ഏരിയ അവർ ക്രിയേറ്റ് ചെയ്യണം. അത് ശരിക്കും ഒരു ഗവൺമെന്റ് റൂളാക്കി മാറ്റിയാൽ തന്നെ വലിയൊരു വ്യത്യാസം വരും.